ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 74-ാമത്തെ ദശകം നോക്കാം. ഭഗവാന്റെ മഥുരാപുരി പ്രവേശം. ഒന്നാമത്തെ ശ്ലോകം. സംപ്രാപ്തോ മഥുരാം ദിനാർദ്ധവിഗമേ തത്രാന്തരസ്മിൻ വസൻ ആരാമേ വിഹിതാശന സഖിജനേർയാത പുരീമീക്ഷിതും പ്രാപോ രാജപഥം ചിരശ്രുതിധൃതവ്യാലോക കൗതൂഹല സ്ത്രീ പുംസോദ്യത് അഗണ്യ പുണ്യനികളൈരാകൃഷ്യമാണോന്നു കിം. പദം കുറിച്ച് പറയാം. സംപ്രാപ്തഃ മഥുരാം ദിനാർദ്ധവിഗമേ തത്ര അന്തരസ്മിൻ വസൻ ആരാമേ വിഹിതാശനഃ സഖീജനൈർയാതഃ പുരീം ഈക്ഷിതും പ്രാപഃ രാജപഥം ചിരശ്രുതി ധൃത വ്യാലോക കൗതൂഹല സ്ത്രീ പുംസ ഉദ്യത് അഗണ്യ പുണ്യ നികളൈഃ ആകർഷ്യമാണഃ. സ്ത്രീ പുംസോദ്യതഗണ്യ പുണ്യ നികളൈരാകർഷ്യമാണോ നു കിം. ത്വം അവിടുന്ന് ദിന അർദ്ധവിഗമേ പകല് പകുതി പോയപ്പോൾ, ആ ദിവസത്തിൻ്റെ പകുതി കഴിഞ്ഞപ്പോൾ ഉച്ചതിരിഞ്ഞ് സംപ്രാപ്തഃ മഥുരാപുരിയിൽ എത്തിച്ചേർന്നിട്ട് അപ്പോൾ മഥുരാപുരിയിൽ എത്തിച്ചേർന്നിട്ട് തത്ര അന്തരസ്മിൻ അവിടെ അന്തരസ്മിൻ ആരാമേ അതിർത്തിയിലുള്ള ആരാമേ ഉദ്യാനത്തിൽ വസിച്ചിട്ട് വിഹിത അശനഃ ആഹാരാദികളൊക്കെ അങ്ങനെ നിർവഹിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സഖിജനൈഹി കൂട്ടുകാരോട് കൂടിയിട്ട് പുരീം ഈക്ഷിതും യാതഃ രാജധാനി കാണുവാനായിട്ട് പുറപ്പെട്ട് വളരെ കാലമായിട്ട് ശ്രുതി കേട്ട് ധൃത വ്യാലോക കൗതൂഹല കാണാൻ കൊതിച്ചിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ ഉദ്യത് അഗണ്യ പുണ്യ നികളൈഹി ഉന്നതമായ അഗണ്യ പുണ്യ എന്ന് പറയുമ്പോൾ സുഹൃതം, ഉന്നത് അഗണ്യ പുണ്യ സ്ത്രീ പുരുഷന്മാരുടെ സഫലമാകാനിരിക്കുന്ന സമുന്നത സുഹൃതമാകുന്ന നികളൈഹി ചങ്ങലയാൽ ആകർഷിക്കപ്പെടുന്ന വലിച്ചുകൊണ്ട് പോകപ്പെടുന്നവനെന്ന് വലിച്ചുകൊണ്ട് പോവുകയാണോ എന്ന് തോന്നും വിധത്തിൽ എന്ന് പറയുമ്പോൾ ആ സ്ത്രീ പുരുഷന്മാരുടെ ആ മഥുരാപുരിയിലെ ജനങ്ങളുടെ ഇനി വരാനിരിക്കുന്ന ആ സുഹൃതമാകുന്ന ആ ചങ്ങല, മുൻജന്മത്തിൽ ചെയ്തിട്ടുള്ള ആ സുഹൃതമാകുന്ന ആ ചങ്ങല ഭഗവാനെ അങ്ങനെ വലിച്ചു കൊണ്ടുപോവുകയാണോ എന്ന് തോന്നും വിധത്തിൽ ആകർഷ്യമാണഃ കിന്നു അങ്ങനെ തോന്നും വിധത്തിൽ രാജപഥം പ്രധാനപ്പെട്ട രാജവീഥിയിലേക്ക് പ്രവേശിച്ചു. ഇവിടെ ത്വം ദിനാർദ്ധവിഗമേ മഥുരാം സംപ്രാപ്തഃ അങ്ങനെ അമ്പാടിയിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചതിരിഞ്ഞപ്പോൾ മഥുരാപുരിയിലെത്തിച്ചേർന്നു. മഥുരാപുരിയുടെ അതിർത്തിയിലുള്ള ഒരു ഉദ്യാനത്തിൽ താമസിച്ചിട്ട് ആഹാരം കഴിച്ചതിന് ശേഷം കൂട്ടുകാരോടുകൂടി രാജധാനി കാണുവാനായിട്ട് പുറപ്പെട്ടു. വളരെ കാലമായി കൃഷ്ണനെക്കുറിച്ച് കേട്ട് ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുന്ന മഥുരാപുരിയിലുള്ള സ്ത്രീ പുരുഷന്മാരുടെ ആ ആഗ്രഹം സഫലമാക്കാനായിട്ട് അവർ ചെയ്ത സുഹൃതമാകുന്ന ആ ചങ്ങല ഭഗവാനെ അവരുടെ അടുത്തേക്ക് വലിച്ചു കൊണ്ട് പോവുകയാണോ എന്ന് തോന്നും വിധത്തിൽ ഭഗവാൻ ആ രാജവീഥിയിലേക്ക് അങ്ങനെ പ്രവേശിച്ചു. അപ്പോൾ കൃഷ്ണനെ ഒന്ന് കാണണമെന്ന് മഥുരാപുരവാസികൾക്ക് ഏറെ ആഗ്രഹമുണ്ടെങ്കിലും കംസനെ ഭയന്നിട്ട് ആ ആഗ്രഹം പുറത്ത് കാണിക്കാറില്ല. അപ്പോൾ എന്നാലും ഭഗവാനെ ഒന്ന് കാണണമെന്ന് ഭക്തന്മാർ വിചാരിച്ചാൽ ആഗ്രഹിച്ചാൽ
പോലെ ഭഗവാൻ ഏത് വിധേനയും അത് സാധിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ തന്നെ കാണണമെന്ന് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സുഹൃതികളായ മധുരാപുരവാസികളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാനായിട്ട് സർവഭൂത അന്തസ്ഥിതനായ ഭഗവാൻ രാജവീതിയിലേക്ക് അങ്ങനെ പ്രവേശിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ശ്ലോകം. ത്വത്പാദദ്യുതിവത്സരാഗസുഭഗാസ്ത്വന്മൂർത്തിവദ്യോഷിത സംപ്രാപ്ത വിലസത്പയോധരരുചോ ലോലാഭവദൃഷ്ടിവത് ഹാരിണ്യസ്ത്വദുരസ്ഥലീവദയിതേ മന്ദസ്മിതപ്രൗഢിവൻ നൈർമല്യോല്ലസിത കജൗഘരുചിവത് രാജത്കലാപാശ്രിതാഃ. പദം മുറിച്ച് പറയാം. ത്വത് പാദദ്യുതിവത് സരാഗ സുഭഗാഃ ത്വത് മൂർത്തിവത് സുഭഗാസ്ത്വന്മൂർത്തിവത് യോഷിതഃ സംപ്രാപ്ത വിലസത് പയോധരരുചഃ ലോല ഭവദൃഷ്ടിവത് ഹാരിണ്യഃ ത്വത് ഉരസ്ഥലീവത് അയി ഹാരിണ്യസ്ത്വദുരസ്ഥലീവദയി തേ മന്ദസ്മിത പ്രൗഢിവത് നൈർമല്യ ഉല്ലസിതാഃ മന്ദസ്മിതപ്രൗഢിവൻ നൈർമല്യോല്ലസിതാഃ കജൗഘരുചിവത് രാജത് കലാപ ആശ്രിതാഃ. അയി അല്ലയോ ഭഗവാനെ, ത്വത് പാദദ്യുതിവത് സരാഗസുഭഗാഃ അങ്ങയുടെ പാദശോഭ പോലെ, പാദദ്യുതിവത് പാദത്തിൻ്റെ കാന്തി പോലെ, സരാഗസുഭഗന്മാരും ത്വന്മൂർത്തിവത് വിലസത് പയോധര രുചഃ അവിടുത്തെ തിരുമേനി പോലെ പരിലസിക്കുന്ന പയോധര കാന്തി കലർന്നതും, അതുപോലെ ഭവദൃഷ്ടിവത് ലോല അങ്ങയുടെ തൃക്കണ്ണ് പോലെ ലോലകളും, ത്വത് ഉരസ്ഥലീവത് ഹാരിണ്യഃ അങ്ങയുടെ തിരുമാറിടം പോലെ ഹാരിണികളും, തേ മന്ദസ്മിത പ്രൗഢിവത് നൈർമല്യ ഉല്ലസിതാഃ അങ്ങയുടെ മന്ദസ്മിത പ്രൗഢി പോലെ കളങ്കമറ്റവരും, കജൗഘരുചിവത് തിരുമുടിയുടെ ഭംഗി പോലെ ശോഭിക്കുന്ന, രാജത് ശോഭിക്കുന്ന, കജൗഘരുചിവത് തിരുമുടിയുടെ ഭംഗി പോലെ രാജത് ശോഭിക്കുന്ന, കലാപ ആശ്രിതാഃ ആ കലാപം കൊണ്ട് ശോഭിക്കുന്നവരുമായ രാജിക്കുന്നവരുമായ യോഷിതഃ സംപ്രാപ്താഃ സ്ത്രീകൾ അങ്ങയുടെ അടുത്തേക്ക് സംപ്രാപ്താഃ എത്തിച്ചേർന്നു. ഈ ശ്ലോകത്തിൽ ഗോപികമാരെ ഭഗവാന്റെ രൂപവുമായിട്ട് സാദൃശ്യപ്പെടുത്താണ്. കൃഷ്ണൻ വന്നിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് കാണാൻ ഓടി വന്ന സ്ത്രീജനങ്ങൾ ത്വത് പാദദ്യുതിവത് സരാഗസുഭഗാഃ അങ്ങയുടെ ചെന്താമര പോലെയുള്ള പാദത്തിൻ്റെ പ്രകാശം പോലെ അങ്ങയോടുള്ള അനുരാഗത്താൽ ചുവന്ന മുഖസൗന്ദര്യത്തോടു കൂടിയവരും, ത്വന്മൂർത്തിമത് വിലസത് പയോധരരുചഃ ശ്യാമസുന്ദരനായ അങ്ങയുടെ തിരുമേനി പോലെ പരിലസിക്കുന്ന സ്തനങ്ങളുടെ കാന്തിയോടു കൂടിയവരും, ഭഗവത് ദൃഷ്ടിവത് ലോലാഃ അങ്ങയുടെ ദൃഷ്ടികൾ പോലെ കണ്ണുകൾ പോലെ ചഞ്ചലകളും, ത്വത് ഉരസ്ഥലീവത് ഹാരിണ്യം അങ്ങയുടെ വക്ഷസ്സിൽ അണിഞ്ഞിരിക്കുന്ന മാലകൾ പോലെയുള്ള ആ മാലകളൊക്കെ ധരിച്ച് മനോഹരികളും, തേ മന്ദസ്മിത പ്രൗഢിവത് നൈർമല്യ ഉല്ലസിതം അങ്ങയുടെ മന്ദസ്മിതത്തിൻ്റെ പ്രൗഢി പോലെ നിർമ്മലരും കളങ്കമില്ലാത്തവരും, കജൗഘ രുചിവത് രാജത് കലാപ ആശ്രിതാഃ മയിൽപ്പീലി കുത്തിവെച്ചിരിക്കുന്ന അങ്ങയുടെ തലമുടിക്കെട്ടുപോലെ ശരീരം മുഴുവൻ ആഭരണങ്ങൾ അണിഞ്ഞ് വിരാജിക്കുന്നവരുമായ മധുരാപുരവാസികളായ സ്ത്രീജനങ്ങൾ അവിടെ എത്തിച്ചേർന്നു. അടുത്തത് മൂന്നാമത്തെ ശ്ലോകം.
താസാമാകലയന്നഭാംഗവലനേർമോദം പ്രഹർഷാദ്ഭുതവ്യാലോലേഷു ജനേഷു തത്ര രചകം കഞ്ചിത് പടീം പ്രാർത്ഥയൻ കസ്തേ ദാസ്യതി രാജകീയവസനം യാഹീതി തേനോദിത സദ്യസ്തസ്യ കരേണ ശീർഷമഹൃതാ സോപ്യാപപുണ്യാം ഗതിം. പദമുറിച്ച് പറയാം. താസാം ആകലയൻ അപാംഗബലനൈഹി മോദം പ്രഹർഷ അദ്ഭുത വ്യാലോലേഷു. താസാമാകലയൻ അപാംഗബലനൈർമോദം പ്രഹർഷാദ്ഭുത വ്യാലോലേഷു ജനേഷു തത്ര രചകം കഞ്ചിത് പടീം പ്രാർത്ഥയൻ കഹത്തെ കസ്തേ ദാസ്യതി രാജകീയവസനം യാഹീതി തേന ഉദിതഃ സദ്യഃ തസ്യ തേനോദിതസദ്യസ്തസ്യ കരേണ ശീർഷം അഹൃതാഃ സഹ അഭി ആപ പുണ്യാം ഗതിം. തത്ര അവിടെ ആ രാജമാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അപാംഗവലനേഹി അങ്ങയുടെ കടാക്ഷ വിക്ഷേപങ്ങളെ കൊണ്ട് താസാം ആ സ്ത്രീകളെ, ആ മധുരാപുരിയിലുള്ള ആ സ്ത്രീകളെ മോദം ആകലയൻ വളരെയധികം സന്തോഷിപ്പിക്കുന്നതിനായിട്ട് ജനേഷു പ്രഹർഷ അദ്ഭുത വ്യാലോലേഷു ജനങ്ങൾ പ്രഹർഷ അദ്ഭുത ആനന്ദത്തിലും അത്ഭുതത്തിലും വ്യാലോലേഷു മുഴുകിയപ്പോൾ കഞ്ചിത് ഒരു വെളുത്തേടനോട് രചകം കഞ്ചിത് രചകം ഒരു അലക്കുകാരനോട് പടീം പ്രാർത്ഥയൻ വസ്ത്രം ചോദിച്ചിട്ട് തേ രാജകീയ വസനം കഹാദാസിതി നിനക്ക് രാജാവിൻ്റെ വസ്ത്രം ആര് തരും? യാഹി ഇതി പോ കടന്നു പോ എന്ന് തേന ഉദിത അവനാൽ പറയപ്പെട്ടപ്പോൾ സദ്യ പെട്ടെന്ന് തന്നെ കരേണ ആ തൃക്കൈ കൊണ്ട് തസ്യ ശീർഷം അഹൃതാഹ അവൻ്റെ തല അറുത്തു. സഹ അഭി പുണ്യാം ഗതിം ആപ അവനാകട്ടെ സദ്ഗതി കിട്ടുകയും ചെയ്തു. ഇപ്പോൾ കടാക്ഷ വിക്ഷേപങ്ങളെ കൊണ്ട് മന്ദസ്മിതം കൊണ്ടും നോട്ടം കൊണ്ടുമൊക്കെ ആ മധുരാപുരിയിലെ സ്ത്രീജനങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ അങ്ങനെ ആനന്ദത്തിലും അത്ഭുതത്തിലും ഒഴുകിയ സമയത്ത് അതുവഴി വന്ന ഒരു അലക്കുകാരനോട് ഭഗവാൻ വസ്ത്രം ചോദിക്കുകയാണ്. അപ്പോൾ ആ അലക്കുകാരൻ പറയുകയാണ്, രാജാവിൻ്റെ വസ്ത്രമോ നിനക്കോ? പോ. ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ പെട്ടെന്ന് അവൻ്റെ തല ഒരു പൂ നുള്ളുന്നത് പോലെ തൃക്കൈ കൊണ്ട് ആ ശിരസ് നുള്ളിയെടുത്തു എന്നാണ്. അപ്പം അങ്ങനെ അവനും സദ്ഗതി കിട്ടി, ആ അലക്കുകാരനും സദ്ഗതി കിട്ടി. 4-ാമത്തെ ശ്ലോകം. ഭൂയോ വായകമേകമായതമതിം തോഷേണ വേഷോജിതം ദാശ്വാംസം സ്വപദം നിനേധ സുഹൃതം കോ വേദ ജീവാത്മനാം മാലാഭിസ്തഭഗൈസ്തവൈരഭി പുനർമാലാകൃതാമാനിതോ ഭക്തിം തേന വൃതാം ദിദേശിതപരാം ലക്ഷ്മീഞ്ച ലക്ഷ്മീപദേ. പദമുറിച്ച് പറയാം. ഭൂയഃ വായകം ഏകം ആയതമതിം വായകമേകമായതമതിം തോഷേണ വേഷോജിതം ദാശ്വാംസം സ്വപദം നിനേധ സുഹൃതം കോ വേദ ജീവാത്മനാം മാലാഭിഃ സ്തഭഗൈഃ സ്തവൈരഭി പുനർമാലാകൃത മാനിതഃ ഭക്തിം തേന വൃതാം ദിദേശിത പരാം ലക്ഷ്മീഞ്ച ലക്ഷ്മീപദേ. ഭൂയഃ വീണ്ടും ത്വം ആയതമതിം തോഷേണ വേഷോജിതം ദാശ്വാംസം. ഭഗവാൻ വിശാലഹൃദയനും സന്തോഷത്തോടെ വിശാലഹൃദയനും സന്തോഷത്തോടെ അണിയാൻ പറ്റിയ വസ്ത്രം നൽകുവാൻ തയ്യാറായവനും ആയ ഏകം വായകം ഒരു നെയ്ത്തുകാരന് സ്വപദം നിനേധ മുക്തി കൊടുത്തു. അപ്പോൾ ഇവിടെ
ജീവാത്മാനാം സുഹൃതം, ഇവിടെ മേൽപ്പത്തൂർ പറയണ ജീവാത്മാനാം സുഹൃതം കോവേദ, ജീവാത്മാക്കളുടെ പുണ്യം ഏത് തരത്തിലുള്ളതാണെന്ന് കോവേദ, ആർക്കറിയാം. ഹേ ലക്ഷ്മീപദേ, ഗുരുവായൂരപ്പ, പുനഃ പിന്നീട് മാലാഭിഹി സ്തബകൈഹി സ്തവൈഹി, മാല, പൂച്ചെണ്ട്, സ്തുതിഗീതങ്ങൾ എന്നിവ കൊണ്ടൊക്കെ മാലാകൃത മാനിനഹ സ്തവൈഹി അഭി എന്നിവയെ കൊണ്ടും മാലാകൃത മാനിതഹ, ആ മാലാകാരനാൽ, ആ നെയ്ത്തുകാരനാൽ പൂജിക്കപ്പെട്ടവനായിട്ട്, മാനിതഹ പൂജിക്കപ്പെട്ടവനായിട്ട്, തേന വൃതാം പരാം ഭക്തിം, അങ്ങനെ അവിടുന്ന് വൃതാം വരിച്ച, പരാംഭക്തിയും അവൻ വരിച്ച ഉത്തമ ഭക്തിയും, ലക്ഷ്മിയും ച അപാരമായ സമ്പത്തും ദിദേശിത അവന് കൊടുത്തു എന്ന് പറയുമ്പോൾ, പിന്നീട് ഭഗവാൻ ഹൃദയനായ, അതുപോലെ തൃപ്തിയോടെ ഭഗവാന് അണിയാൻ സാധിക്കുന്ന വസ്ത്രം ഭഗവാന് കൊടുക്കുവാൻ തയ്യാറായ ഒരു നെയ്ത്തുകാരനെ മുക്തി കൊടുക്കുകയാണ്. അപ്പം നേരത്തെ കൃഷ്ണൻ ഒരു അലക്കുകാരൻ്റെ തലയറുക്കുന്നത് കണ്ടപ്പോൾ അത് കണ്ട് സന്തോഷിച്ച ഒരു നെയ്ത്തുകാരൻ അവിടെ വന്നിട്ട് നാനാവർണ്ണങ്ങളിലുള്ള യോജിച്ച വസ്ത്രങ്ങളും അതുപോലെ തന്നെ കടകം മുതലായ ആഭരണങ്ങളും ഉണ്ടാക്കി രാമകൃഷ്ണന്മാർക്ക് ചാർത്തി കൊടുത്തു. അപ്പോൾ ആ ഭക്തൻ അങ്ങനെ ചെയ്തപ്പോൾ വളരെയധികം സന്തോഷിച്ച ഭഗവാൻ ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായ ഉത്കൃഷ്ടമായ ദേഹകാന്തി, ശരീരബലം, ഭഗവത് പാദസ്മരണ, ഇന്ദ്രിയ ശക്തി എന്നിങ്ങനെയുള്ള ഐശ്വര്യങ്ങൾ ഒക്കെ കൊടുത്തു. പിന്നീട് മരണാനന്തരം മരിച്ചതിന് ശേഷം സാരൂപ്യത്തെയും കൊടുത്തു. ഇനി 5-ാമത്തെ ശ്ലോകം. കുബ്ജാമബ്ജവിലോചനാം പതി പുനർദൃഷ്ട്വാംഗരാഗേ തയാ ദത്തേ സാധു കിലാംഗരാഗമദദാസ്തസ്യാ മഹാന്തം ഹൃദി ചിത്തസ്താം ഋജുതാമധ പ്രഥയിതും ഗാത്രേഭി തസ്യാ സ്ഫുടം ഗൃണ്ണൻ മഞ്ജുകരേണ താമുദനയസ്താവജ്ജഗസുന്ദരീം. പദമുറിച്ച് പറയാം. കുബ്ജാം അബ്ജവിലോചനാം, കുബ്ജാമബ്ജവിലോചനാം പതി പുനഃ ദൃഷ്ട്വാ അംഗരാഗേ തയാ ദത്തേ സാധു കില അംഗരാഗം അദദാഹ തസ്യ കിലാംഗരാഗമദദാസ്തസ്യ മഹാന്തം ഹൃദി ചിത്തസ്ഥാം ഋജുതാം അഥ പ്രഥയിതും ഗാത്രേഭി തസ്യാഹ സ്ഫുടം ഗൃണ്ണൻ മഞ്ജുകരേണ താം ഉദനയത് താവത് ജഗസുന്ദരീം. താം ഉദനയഃ താവത് ജഗസുന്ദരീം. ഹേ അംഗ, ഭഗവാനെ, പുനഃ പതി പിന്നീട് വഴിയിൽ, അബ്ജവിലോചനാം കുബ്ജാം ദൃഷ്ട്വാ സുന്ദരിയായ ഒരു കൂനിയെ കണ്ടിട്ട്, തയ അംഗരാഗേ ദത്തേ സതി അവള് അങ്ങക്ക് അംഗരാഗം കൊടുത്തപ്പോൾ, തസ്യാഹ ഹൃദി അവളുടെ ഹൃദയത്തിലെ മഹാന്തം രാഗം മഹത്തായ അനുരാഗത്തെ സാധു വഴി പോലെ അതദാക്കില പകർന്നു കൊടുത്തുവല്ലോ. അഥ തസ്യാഹ ചിത്തസ്ഥാം അനന്തരം അവളുടെ മനസ്സിൻ്റെ ഋജുതാം മനസ്സിൻ്റെ വളവില്ലായ്മ ഗാത്രേ അഭി ആ ദേഹത്തിലും പ്രഥയിതും വെളിവാക്കി കൊടുക്കുന്നതിനായിട്ട് സ്ഫുടം കരേണ താം വ്യക്തമായിട്ട് കരേണ അങ്ങയുടെ തൃക്കൈ കൊണ്ട് താം ഗൃണ്ണൻ അവളെ പിടിച്ചിട്ട് താവത് അപ്പോൾ ജഗസുന്ദരിയും മഞ്ജു ഉദനയ ജഗസുന്ദരിയാകും വിധത്തിൽ മനോഹരമായിട്ട് ഉദനയ അവളെ അങ്ങനെ നിവർത്തി നിർത്തി. അബ്ജവിലോചനാം കുബ്ജാം ദൃഷ്ട്വ അപ്പോൾ ആ നെയ്ത്തുകാരനെ അനുഗ്രഹിച്ചതിന് ശേഷം
അബ്ജവിലോചനാം കുബ്ജാം ദൃഷ്ട്വ ഭഗവാൻ ചന്ദനം മുതലായ കുറിക്കൂട്ടുകൾ ഒരു പാത്രത്തിലെടുത്ത് നേരിട്ട് വരുന്ന ഒരു കുബ്ജയെ കാണുകയാണ്. ആ കുബ്ജയുടെ മുഖം കാണാൻ നല്ല ഭംഗിയാണ്. പ്രായമാണെങ്കിൽ യൗവനമാണ്. ശരീരത്തിന് 3 വളവുണ്ട്. അപ്പോൾ തയ അംഗരാഗെ ദത്തേ സതി, അവള് അംഗരാഗം ഭഗവാന് കൊടുത്തപ്പോൾ എന്ന് പറയുമ്പോൾ തൻ്റെ നേരെ വരുന്ന ആ കുബ്ജയെ കണ്ടപ്പോൾ ഭഗവാൻ അവളെ നോക്കിയിട്ട് ഒന്ന് മന്ദഹസിച്ചു എന്നാണ്. എന്നിട്ട് കുബ്ജയെ അനുഗ്രഹിക്കാനുള്ള വരവാണ് ആ മന്ദഹാസം. അപ്പോൾ അകലേന്ന് തന്നെ ഭഗവാൻ ആ കുബ്ജയെ നോക്കിയിട്ട് ഒന്ന് മന്ദഹസിച്ചു എന്നാണ്. അപ്പോൾ ആ കുബ്ജയെ അനുഗ്രഹിക്കാനുള്ള വരവാണ്. അപ്പോൾ അതിൻ്റെയാണ് ആ മന്ദഹാസം. അപ്പോൾ മന്ദഹാസത്തോടു കൂടി ചോദിച്ചു, കാത്തുംബരോർ വേദദുഹാനുലേപനം ഹസ്യാംഗനോ വാ കഥയസ്വ സാധുനഃ ദേഹ്യാവയോരംഗവിലേപമുത്തമം ശ്രേയസ്തദസ്തേ ന ചിരാത് ഭവിഷ്യതി. ഭാഗവതം. സുന്ദരി, നീ ആരാണ്? ഈ കുറിക്കൂട്ട് ആർക്കുള്ളതാണ്? ഇതിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് തരുമോ? ഞങ്ങളെ സേവിക്കുന്നവർക്ക് പുണ്യം കിട്ടും. അപ്പം അങ്ങനെ ഭഗവാന് ആ കുബ്ജ അംഗരാഗം കൊടുത്തപ്പോൾ കുബ്ജയുടെ ഉള്ളിൽ വേറൊരു രാഗം ഉണ്ടായി എന്നാണ്. ഭഗവാൻ കയ്യോടെ പകർന്നു കൊടുത്ത അനുരാഗം. അപ്പോൾ കുബ്ജ ഭഗവാന് അംഗരാഗം കൊടുത്തപ്പോൾ ഭഗവാൻ തിരിച്ച് അനുരാഗം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തസ്യാഹ ചിത്തസ്ഥാം ഋജുതാം ഗാത്രേ അഭിപ്രഥയിതും, അവളുടെ ദേഹത്തിന് വളവുണ്ടെങ്കിലും മനസ്സിന് യാതൊരു വളവുമില്ല, നേർവഴിക്ക് സഞ്ചരിക്കുന്ന മനസ്സാണ് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിൻ്റെ ആ വളവില്ലായ്മ ദേഹത്തിനും ഉണ്ടാവുന്നതിന് ഭഗവാൻ തൃക്കൈക്കൊണ്ട് അവളെ പിടിച്ച് ഒന്ന് ഉയർത്തുകയാണ്. അപ്പോൾ ഭഗവാൻ ഒന്ന് നിവർത്തി നിർത്തിയപ്പോൾ തന്നെ ആ കുബ്ജ ജഗസുന്ദരിയായിട്ട് മാറുകയാണ്. ഇനി 6ാമത്തെ ശ്ലോകം. താവൻ നിശ്ചിത വൈഭവാസ്തവ വിഭോ നാത്യന്ത പാപാജന യത്കിഞ്ചിദ്ദദേ സ്മ ശക്ത്യനുഗുണം താംബൂലമാല്യാദികം ഗൃഹ്ണാന കുസുമാദി കിഞ്ചന തഥാ മാർഗേ നിബദ്ധാഞ്ജലിർനാദിഷ്ടം വദ ഹാ യദോദ്യ വിപുലാമാർത്തിം വ്രജാമി പ്രഭോ. പദമുറിച്ച് പറയാം. താവത് നിശ്ചിത വൈഭവാഹ തവ താവൻ നിശ്ചിത വൈഭവാസ്തവ വിഭോ ന അത്യന്ത പാപ ജന യത് കിഞ്ചിത് ദദതേ യത് കിഞ്ചിത് ദദതേ സ്മ ശക്തി അനുഗുണം താംബൂല മാല്യാദികം ഗൃഹാനഃ കുസുമാദി കിഞ്ചന തഥാ മാർഗേ നിബദ്ധ അഞ്ജലിഃ ന ആദിഷ്ടം നിബദ്ധാഞ്ജലിർനാദിഷ്ടം ബദഃ യദോദ്യ വിപുലാം ആർത്തിം വ്രജാമി പ്രഭോ. ഹേ വിഭോ, താവത് സർവവ്യാപിയായ ഗുരുവായൂരപ്പ ആ സമയത്ത് താവത് അപ്പോൾ ന അത്യന്ത പാപാഹ ജനാഹ അത്രയൊന്നും പാപം ചെയ്തിട്ടില്ലാത്ത അവിടെയുള്ള ആളുകൾ തവ നിശ്ചിത വൈഭവാഹ അങ്ങയുടെ മാഹാത്മ്യത്തിൽ വിശ്വാസം ഉറച്ചവരായിട്ട് ശക്തി അനുഗുണം താംബൂലമാല്യാധികം യത് കിഞ്ചിത് ദദതേ സ്മ ശക്തി അനുഗുണം അവരുടെ ശക്തിക്കനുസരിച്ച് താംബൂലമാല്യാധികം താംബൂലം മാല തുടങ്ങിയ യത് കിഞ്ചിത് ദദതേ സ്മ എന്തെങ്കിലുമൊക്കെ അവർ ഭഗവാനെ അങ്ങേക്ക് കാഴ്ചവെച്ചു. എന്നാൽ തഥാ അപ്പോൾ കുസുമാദി പൂവ് തുടങ്ങിയ കിഞ്ചന എന്തെങ്കിലും ഗൃഹാനഹ കയ്യിൽ കരുതിക്കൊണ്ട് മാർഗേ നിബദ്ധ അഞ്ജലിം ആ വഴിയിൽ നിബദ്ധ അഞ്ജലിം കൂപ്പ് കൈയോട് കൂടിയിട്ട് ബദ കഷ്ടം ന അധിഷ്ടം ഞാൻ നിന്നിരുന്നില്ല. ഹേ പ്രഭോ ഗുരുവായൂരപ്പ യഥഹ അതുകൊണ്ട് തന്നെയാണ് യാതൊന്നുകൊണ്ടാണോ അദ്യ വിപുലാം ആർത്തിം വ്രജാമി യാതൊന്നുകൊണ്ടാണോ ഇന്ന് ഇത്ര വലിയ ദുഃഖത്തെ സഹിക്കേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു പൂവെങ്കിലും പിടിച്ചിട്ട് ആ ഭഗവാൻ പോകുന്ന വഴിയിൽ ആ മധുരാപുരിയിലെ ആളുകളെ പോലെ ഞാൻ നിന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും വേദന സഹിക്കേണ്ടി വന്നത്. അപ്പോൾ സർവവ്യാപിയായ ഗുരുവായൂരപ്പ മൽപ്പത്തൂർ പറയാണ് ഭഗവാനെ
അങ്ങനെ ആ രാജവീതിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അത്രയ്ക്കൊന്നും പാപം ചെയ്യാത്ത കുറച്ചാളുകൾ അങ്ങയുടെ ആ മഹത്വത്തെക്കുറിച്ച് കേട്ട് കേട്ട് വിശ്വാസം വർദ്ധിച്ചു വന്നിട്ട് അവരവരുടെ ശക്തിക്കനുസരിച്ച് താമ്പൂലം, പൂമാല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭഗവാന് കാഴ്ചവെച്ച് വന്ദിച്ചു. എന്നാൽ ആ നേരത്ത് അവിടുന്ന് വരുന്ന സമയത്ത് കുറച്ച് പൂക്കളെങ്കിലും കയ്യിൽ കരുതിക്കൊണ്ട് ആ വഴിയിലൊന്നും കൂപ്പുകൈയുമായിട്ട് ഞാൻ നിന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവാം എനിക്കിന്ന് ഇത്രയും വേദന അനുഭവിക്കേണ്ടി വന്നത്. ഇനി 7ാമത്തെ ശ്ലോകം. ഏഷ്യാമീതി വിമുക്തയാഭി ഭഗവന്നാലേപദാത്ര്യാതയാ ദൂരാത് കാതരയാ നിരീക്ഷിതഗതിസ്ത്വം പ്രാവിശോ ഗോപുരം ആഘോഷാനുമിതത്വദാഗമമഹാ ഹർഷോല്ലളദ്ദേവകീ വക്ഷോജപ്രഗളത് പയോരസമിഷാ ത്വത്കീർത്തിരന്തർഗത. പദമുറിച്ച് പറയാം. ഏഷ്യാമീതി വിമുക്തയാഭി ഭഗവൻ ആലേപദാത്ര്യ തയാ ദൂരാത് കാതരയാ നിരീക്ഷിതഗതിസ്ത്വം പ്രാവിശഃ ഗോപുരം ആഘോഷ അനുമിതത്വദ് ആഗമ മഹാഹർഷ ലളത് ദേവകീ വക്ഷോജ പ്രഗളത് പയോരസമിഷാ ത്വത് കീർത്തി അന്തർഗത. ആഘോഷാനുമിതത്വദാഗമ മഹാഹർഷോല്ലളത് ദേവകീ വക്ഷോജ പ്രഗളത് പയോരസമിഷാ ത്വത്കീർത്തിരന്തർഗത. ഹേ ഭഗവൻ ഗുരുവായൂരപ്പ, ഏഷ്യാമി ഇതി ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് വിമുക്തയാ അഭി പറഞ്ഞയക്കപ്പെട്ടെങ്കിലും ദൂരാത് കാതരയാ തയാ ദൂരത്ത് നിന്നുകൊണ്ട് വിരഹഭീതയായിരിക്കുന്ന തയാ അവളാൽ ആ കുറിക്കൂട്ടുകാരി ആലേപദാത്ര്യ ആ കുറിക്കൂട്ടുകാരിയാൽ ആ കുബ്ജയാൽ നിരീക്ഷിതഗതിഹിത്വം നോക്കിക്കാണുന്ന നടത്തത്തോടുകൂടിയ ത്വം അവിടുന്ന് ഗോപുരം പ്രാവിശഃ ഗോപുരത്തിലേക്ക് പ്രവേശിച്ചു. ആഘോഷ അനുമിത ജനങ്ങളുടെ കോലാഹല ശബ്ദം കേട്ടിട്ട് ത്വത് ആഗമ അങ്ങയുടെ എഴുന്നള്ളത്ത് അറിഞ്ഞിട്ട് മഹാഹർഷ വർദ്ധിച്ച സന്തോഷത്തോടു കൂടിയിട്ട് ലളതെന്ന് ഉദ്ഭവിച്ച വല്ലാത്ത സന്തോഷം ഉദ്ഭവിച്ചിട്ട് എന്ന് പറയുമ്പോൾ വർദ്ധിച്ച ആഹ്ലാദത്തോടു കൂടിയിട്ട് ദേവകി വക്ഷോജ ദേവകിയുടെ ആ സ്തനങ്ങളിൽ നിന്നും ഒഴുകുന്ന പ്രഗളത് ഒഴുകുന്ന പയോരസ മിഷാദ് മുലപ്പാലെന്ന വ്യാജേന ത്വത് കീർത്തി അന്തർഗത അവിടുത്തെ കീർത്തി മുൻപ് തന്നെ അകത്തേക്ക് കടന്നു. അപ്പോൾ ഭഗവാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാന്റെ കീർത്തി അങ്ങോട്ട് പ്രവേശിച്ചു. ഏഷ്യാമി ഇതി വിമുക്തയാ അഭി ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. എങ്കിലും എന്ന് പറയുമ്പോൾ കുബ്ജയുടെ കയ്യിൽ നിന്ന് കുറിക്കൂട്ട് വാങ്ങിയപ്പോൾ ഭഗവാൻ പകരമായിട്ട് അനുരാഗവും കൊടുത്തു, ഭഗവാനോടുള്ള അനുരാഗവും കൊടുത്തു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ അനുരാഗ വിവശയായ കുബ്ജ പറഞ്ഞു, കൃഷ്ണ അവിടുന്ന് എൻ്റെ കൂടെ ഗൃഹത്തിലേക്ക് വരണം. ഇനി ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകാൻ എനിക്ക് ശക്തിയില്ല, എൻ്റെ മനസ്സ് അത്രയും ചഞ്ചലമായിരിക്കുകയാണ്. പുരുഷശ്രേഷ്ഠ ഏഹി ഗൃഹം യാമഹ ത്വാമിഹ തെക്തും ന ഉത്സഹേ ത്വയാ ഉന്മഥിതചിത്തായാഹ പ്രസീദ. ഭാഗവതം. ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് കുബ്ജയെ സമാധാനിപ്പിച്ചുവെങ്കിലും
വരുമോ എന്ന് സംശയിച്ച് വിരഹദുഃഖത്തിൻ്റെ തീവ്രത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുബ്ജ ഭഗവാനെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പം ഞാൻ വന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ കൊട്ടാര ഗോപുരത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഭഗവാന്റെ എഴുന്നള്ളത്ത് ഉണ്ട് എന്ന് നേരത്തെ തന്നെ അറിഞ്ഞ പുരവാസികളുടെ ആഹ്ലാദ ആരവങ്ങൾ കേട്ട് വർദ്ധിച്ച സന്തോഷം കൊണ്ടും അതുപോലെ തന്നെ കംസവധത്തിന് തയ്യാറായിട്ട് കൃഷ്ണൻ ദാ എത്തിക്കഴിഞ്ഞു എന്ന സമാധാനം കൊണ്ടും അമ്മയായ ദേവകിയുടെ സ്ഥലങ്ങളിൽ മെല്ലെ മുലപ്പാൽ അങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഇനി 8ാമത്തെ ശ്ലോകം. ആവിഷ്ടോ നഗരീം മഹോത്സവവതീം കോദണ്ഡശാലാം വ്രജൻ മാധുര്യേണ नु തേജസാ नु പുരുഷേർദൂരേണ ദത്താന്തരഃ സ്രഗ്ഭിർഭൂഷിതമർച്ചിതം വരധനുർമാമേതി വാദാത് പുരഃ പ്രാഗൃഹ്ണ സമരോഭയ കില സമാക്രാക്ഷീരഭാംക്ഷീരഭി. പദമുറിച്ച് പറയാം. ആവിഷ്ടഃ നഗരീം മഹോത്സവവതീം കോദണ്ഡശാലാം വ്രജൻ മാധുര്യേണ नु തേജസാ नु പുരുഷൈഃ ദൂരേണ ദത്താന്തരഃ സ്രഗ്ഭിഃ ഭൂഷിതം അർച്ചിതം സ്രഗ്ഭിർഭൂഷിതമർച്ചിതം വരധനുഃ മാം ഏതി വ അദാത് പുരഃ പ്രാഗൃഹ്ണാഃ സമരോഭയഃ കില സമാക്രാക്ഷീഃ അഭാംക്ഷീഃ അഭി. സമാക്രാക്ഷീരഭാംക്ഷീരഭി. മഹോത്സവവതീം നഗരീം ആവിഷ്ടഃ. മഹോത്സവം നടക്കുന്ന മധുര രാജധാനിയിൽ ആവിഷ്ടഃ പ്രവേശിച്ചതിന് ശേഷം കോദണ്ഡശാലാം വ്രജൻ അവിടുന്ന് കോദണ്ഡശാലയിലേക്ക് ആ യാഗശാലയിലേക്ക് ചെന്നപ്പോൾ മാധുര്യേണ नु തേജസാ नु മാധുര്യം കൊണ്ടാണോ അതോ അങ്ങയുടെ തേജസ് കൊണ്ടാണോ എന്നറിയില്ല പുരുഷൈഹി ആ വില്ലിൻ്റെ രക്ഷകന്മാർ ദൂരേണ ദത്താന്തരഃ ദൂരത്ത് നീങ്ങി നിന്നിട്ട് വഴി നൽകപ്പെട്ടവനായിട്ട് ദത്താന്തരഃ വഴി നൽകപ്പെട്ട് ഭഗവാന് പോകുവാനുള്ള വഴി ഒരുക്കിയിട്ട് സ്രഗ്ഭിഃ ഭൂഷിതം അർച്ചിതം വരധനു മാലകളാൽ അലങ്കൃതവും അതുപോലെ അർച്ചിതം വഴി പോലെ പൂജിക്കപ്പെട്ടതുമായ വരധനു ആ വിശിഷ്ടമായ വില്ല് വരധനുഹു വിശിഷ്ടമായ വില്ല് മാ ഇതി വ അദാത് പുരഃ അരുത് എന്ന് പറയുന്നതിന് മുൻപായിട്ട് തന്നെ പ്രഗൃഹ്ണാഃ കടന്നെടുക്കുകയും സമരോഭയഃ കുലയേറ്റുകയും അതുപോലെ സമാക്രക്ഷീഃ വലിക്കുകയും അഭാംക്ഷീഃ ഒടിക്കുകയും അഭാംക്ഷീഃ അഭി ഒടിക്കുകയും ചെയ്തുവല്ലോ കില ഒടിക്കുകയും ചെയ്തു കഴിഞ്ഞല്ലോ. അപ്പം ഇവിടെ ഉത്സവം നടക്കുന്ന രാജധാനിയിലേക്ക് ഭഗവാൻ പ്രവേശിച്ചിട്ട് ഭഗവാൻ അവിടെ നേരെ ആ യാഗശാലയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ തേജസ് കൊണ്ടാണോ അതോ സൗന്ദര്യം കൊണ്ടാണോ എന്നറിയില്ല വില്ലിനെ സംരക്ഷിക്കുന്ന അവിടുത്തെ കാവൽക്കാർ യാതൊരു സംശയവുമില്ലാതെ ആ ഭഗവാന് വഴി മാറിക്കൊടുത്തു എന്നാണ്. സ്വർണം കൊണ്ടും രത്നം കൊണ്ടും അലങ്കരിച്ച നാനാവിധത്തിലുള്ള അനേകം അലങ്കാരങ്ങൾ ആ ധനുസ്സിൽ അങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സഗ്ഭിഃ ഭൂഷിതം അർച്ചിതം വരധനുഹു മാലകൾ കൊണ്ട് അലങ്കരിച്ചതും വേണ്ടതുപോലെ പ്പെട്ടതുമായ വിശിഷ്ടമായ വില്ല് അരുത് എന്ന് ആ കാവൽക്കാർ പറയുന്നതിന് മുൻപ് തന്നെ ഭഗവാൻ അത് കടന്നെടുക്കുകയും വലിക്കുകയും ഒടിക്കുകയും ചെയ്തു കഴിഞ്ഞുവല്ലോ. ഇനി 9ാമത്തെ ശ്ലോകം. ശ്വകംസക്ഷപണോത്സവസ്യ പുരതഃ പ്രാരംഭദൂര്യോപമശ്ചാബധ്വംസമഹാധുനിസ്തവ വിഭോ ദേവാനരോമാഞ്ചയത് कंसस्यापि च वेभदुस्तदुदितः कोदण्डगण्डद्वयी चण्डाभ्याहदरक्षिपुरुषरवैरुत्कूलितोऽभूत् त्वया. പദമുറിച്ച് പറയാം. ശ്വഃ कंसक्षपणोत्सवस्य പുരതഃ പ്രാരംഭ തൂര്യ ഉപമഃ ചാപധ്വംസ മഹാധ്വനിഃ തവ.
പ്രാരംഭതൂര്യോപമശ്ചാപധ്വംസമഹാധ്വനിസ്തവ വിഭോ ദേവാൻ അരോമാഞ്ചയത് കംസസ്യാഭി ച വേബധുഃ തദ് ഉദിതഃ കോദണ്ഡഖണ്ഡദ്വയീ ചണ്ഡാഭ്യാഹത രക്ഷിപുരുഷരവൈഃ ഉത്കൂലിതഃ അഭൂത്. കോദണ്ഡഖണ്ഡദ്വയീ ചണ്ഡാഭ്യാഹത രവൈരുത്കൂലിതോഭൂത് ത്വയാ. ഹേ വിഭോ ഗുരുവായൂരപ്പ, ശ്വഃ നാളെ കംസക്ഷപണ ഉത്സവസ്യ പുരതഃ, കംസ വധോത്സവത്തിന് മുൻപുള്ള പ്രാരംഭ തൂര്യോപമഃ കേളികൊട്ട് പോലെയുള്ള ആ ഉത്സവം നടക്കുന്നതിന് മുൻപായിട്ട് പതിവുള്ള കേളികൊട്ട് പോലെ തവ അങ്ങയുടെ ചാപധ്വംസ മഹാധ്വനിഹി വില്ല് ഒടിഞ്ഞപ്പോഴത്തെ ആ വില്ല് ഒടിച്ചപ്പോഴത്തെ മഹാധ്വനിഹി വമ്പിച്ച ശബ്ദം ദേവന്മാരെ അരോമാഞ്ചയത് രോമാഞ്ചം ദേവന്മാരിലെ രോമാഞ്ചം ഉണ്ടായി. കംസസ്യ അഭീച്ച തദുദിതഃ വേബധു, കംസനും അത് കേട്ടപ്പോൾ വേബധു വിറയലുണ്ടായി. തത് ഉദിതം വേബധു, കംസനില് ആ ശബ്ദം വിറയലുണ്ടാക്കി. കോദണ്ഡ മുറിഞ്ഞ വില്ലിൻ്റെ ഖണ്ഡദ്വയി എന്ന് വെച്ചാൽ രണ്ട് തുണ്ടുകൾ രണ്ടാക്കിയിട്ട് മുറിഞ്ഞപ്പോൾ ആ രണ്ട് ഭാഗവും അഭ്യാഹത അക്ഷിപുരുഷരവൈഹി ആ രണ്ട് ഭാഗങ്ങൾ കൊണ്ട് അടിച്ചു വീഴ്ത്തപ്പെട്ട രക്ഷി പുരുഷരവൈഹി ആ രക്ഷിക്കുന്ന പുരുഷന്മാർ എന്ന് പറയുമ്പോൾ കാവൽക്കാർ, ആ വില്ലിനെ രക്ഷിക്കുന്ന ആളുകൾ, രക്ഷി പുരുഷ രവൈഹി അവരുടെ ശബ്ദം ആർത്തനാദം കൊണ്ട് ത്വയാ അങ്ങയാൽ ഉത്കൂലിതഃ അഭൂത് അതിരറ്റതാക്കി ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ മേൽപ്പത്തൂർ പറയാണ്, ഗുരുവായൂരപ്പ നാളെ നടക്കാൻ പോകുന്ന ആ കംസവധം എന്ന ഉത്സവത്തിൻ്റെ തുടക്കമാണോ ആ തുടക്കത്തിലുള്ള വാദ്യഘോഷം, അപ്പോൾ ആ തുടക്കത്തിലുള്ള ആ വാദ്യഘോഷമാണോ എന്ന് തോന്നും വിധത്തിലുള്ള ആ ശബ്ദം, ആ വില്ലൊടിഞ്ഞപ്പോഴുണ്ടായ ആ വലിയ ശബ്ദം കേട്ടപ്പോൾ ദേവന്മാർക്ക് രോമാഞ്ചമുണ്ടായി എന്നാണ്. കംസനും ആ ശബ്ദം കേട്ട് ഭയന്ന് വിറച്ചു. അപ്പോൾ രണ്ടായി മുറിഞ്ഞ വില്ലിൻ്റെ ആ രണ്ടറ്റം കൊണ്ട് രാമകൃഷ്ണന്മാർ രണ്ടുപേരും കാവൽക്കാരെ അടിച്ചു വീഴ്ത്തി. അങ്ങനെ ആ കാവൽക്കാരുടെ ദയനീയമായ നിലവിളി കംസന്റെ ഭയത്തെ ഇരട്ടിപ്പിച്ചു. ഇനി 10ാമത്തെ ശ്ലോകം. ശിഷ്ടൈർദുഷ്ടജനൈശ്ച ദൃഷ്ടമഹിമാ പ്രീത്യാ ച ഭീത്യാ തദാ സംപശ്യൻ പുരസമ്പദം പ്രവിചരൻ സായം ഗതോ വാടികാം സീതാംനാ സഹ രാധികാ വിരഹജം ഖേദം വദൻ പ്രസ്വപൻ ആനന്ദൻ അവതാര കാര്യഘടനാദ്വാദേശ സംരക്ഷമാം. പദമുറിച്ച് പറയാം. ശിഷ്ടൈഹി ദുഷ്ടജനൈഹി ച ശിഷ്ടൈർദുഷ്ടജനൈശ്ച ദൃഷ്ടമഹിമാ പ്രീത്യാ ച ഭീത്യാ തതഃ സംപശ്യൻ പുരസമ്പദം പ്രവിചരൻ സായം ഗതഃ വാടികാം ശ്രീധാംനാ സഹ രാധികാ വിരഹജം ഖേദം വദൻ പ്രസ്വപൻ ആനന്ദൻ അവതാര കാര്യഘടനാത് വാദേശ. പ്രസ്വപൻ ആനന്ദൻ അവതാര കാര്യഘടനാദ്വാദേശ സംരക്ഷ മാം. തതഃ അനന്തരം ശിഷ്ടൈഹി സജ്ജനങ്ങളാൽ പ്രീത്യാച്ച പ്രീതിയോടുകൂടിയും സംതൃപ്തിയോടെയും ദുഷ്ടജനൈഹി ഭീത്യാച്ച ദുഷ്ടന്മാര് ഭയത്തോടും നോക്കിക്കാണുന്ന ദൃഷ്ടമഹിമാത്വം മാഹാത്മ്യത്തോട് കൂടിയ നോക്കിക്കാണുന്ന ഭീത്യാച്ച ദുഷ്ടജനൈഹി ഭീത്യാച്ച ദുഷ്ടജനങ്ങൾ ഭയം കൊണ്ട് നോക്കിക്കാണുന്ന മഹിമയോടുകൂടിയ അവിടുന്ന് പുരസമ്പദം സംപശ്യൻ നഗരത്തിൻ്റെ ആ ഐശ്വര്യ സമൃദ്ധി സംപശ്യൻ നോക്കിക്കണ്ടിട്ട് പ്രവിചരൻ സായം വാടികാം ഗതഃ അവിടെയൊക്കെ
പ്രവിചരൻ ചുറ്റി നടന്നിട്ട് സായം സന്ധ്യയായിപ്പോൾ വാടികാം ഗതഹ ഉദ്യാനത്തിൽ പുരോദ്യാനത്തിൽ തിരിച്ചെത്തിയിട്ട് ശ്രീധാംന സഹ ചങ്ങാതിയായ ശ്രീധാമാവിനോട് കൂടിയിട്ട് രാധിക വിരഹജം രാധയെ പിരിഞ്ഞതിലുള്ള ഖേദംബദൻ ദുഃഖത്തെ പറഞ്ഞിട്ട് ആ ഖേദം പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പ്രസ്വപൻ അങ്ങനെ കിടന്നുറങ്ങുമ്പോഴും അവതാരകാര്യഘടനാത് ആനന്ദൻ അവതാരകാര്യമായ ഭൂഭാരശമനത്തിന് വഴി കിട്ടിയത് ഓർത്ത് ഒരു വഴി തെളിഞ്ഞതായിട്ട് ഓർത്ത് ആനന്ദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ആനന്ദിക്കുന്ന ഹേ വാദേശ ഗുരുവായൂരപ്പ മാം സംരക്ഷ എന്നെ രക്ഷിക്കണേ. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ആ ലീലകളെ സജ്ജനങ്ങൾ സന്തോഷത്തോടെയും ആശ്വാസത്തോടെയും എന്നാൽ ദുർജനങ്ങൾ ഭയത്തോടെയും നോക്കി കണ്ടു എന്നാണ്. പിന്നീട് മധുരാപുരിയുടെ ഐശ്വര്യങ്ങളെ കണ്ടുകൊണ്ട് നഗരം മുഴുവൻ ചുറ്റി നടന്ന ഭഗവാൻ വൈകുന്നേരമായപ്പോൾ പട്ടണത്തിലെ ഉദ്യാനത്തിൽ തിരിച്ചെത്തിയിട്ട് ചങ്ങാതിയായ സീതാമാവിനോട് രാധയെ പിരിഞ്ഞതിലുള്ള ദുഃഖം പങ്കുവെച്ചുകൊണ്ട് അങ്ങനെ കിടന്നുറങ്ങിയെന്നാണ്. അപ്പോൾ അങ്ങനെ ആ കിടക്കുന്ന സമയത്തും ഭഗവാൻ ചിന്തിച്ചത് അവതാര ലക്ഷ്യമായ ഭഗവാന്റെ ലക്ഷ്യം ഈ അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ ദുഷ്ടനിഗ്രഹം ചെയ്തുകൊണ്ട് ഭൂമിയെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ അവതാര ലക്ഷ്യമായ ഭൂമിയുടെ ഭാരം തീർക്കാനുള്ള വഴിയൊരുങ്ങുന്നതായി കണ്ടിട്ട് ആനന്ദിച്ചു. അപ്പം അങ്ങനെ ആനന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ അടിയനെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് മേൽപ്പത്തൂർ 74-ാമത്തെ ദശകം സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.